ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാരതത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷം നാടിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും എല്ലാ ജനങ്ങളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ എക്കാലത്തെയും പഴയ പ്രതാപത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായ ഇന്ത്യ പഴയ കാലങ്ങളിൽ എത്രയോ സമ്പൽ സമൃദ്ധമായിരുന്നെന്നും ജനങ്ങൾ എത്രയോ ക്ഷേമത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് എന്നും തെളിയിക്കുന്ന പഴയകാല പ്രതാപത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ആ റെഡ് ഫോർട്ടിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ചാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വദേശവൽക്കരണത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എന്തായിക്കോട്ടെ, ആഡംബരമായാലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളായാലും സ്വന്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെ ഊന്നൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് അമേരിക്കയുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. ഓരോ ഇന്ത്യക്കാരനും, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായി നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലുപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ GST, ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ആ ടാക്സ് സമ്പ്രദായത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ GST സിസ്റ്റം അനുസരിച്ച് 4 സ്ലാബുകളായിട്ടാണ് നികുതി പിരിച്ചെടുക്കുന്നത്. 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് നികുതി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ 4 സ്ലാബിൽ നിന്ന് പുതിയ തീരുമാനമനുസരിച്ച് GST സിസ്റ്റം അനുസരിച്ച് 2 സ്ലാബുകളിലേക്ക് മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ 5%, 18% മാത്രമാണ് ഇനി GST പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 12%, 28% എന്ന് പറയുന്നത് ഇനി ഇല്ലാതാവുന്നു. അപ്പോൾ 12% ജനങ്ങൾക്ക് കിട്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് കിട്ടിയിരുന്ന ടാക്സ് 12% കൊടുത്തിരുന്ന സാധനങ്ങൾക്ക് ഇനി 5% കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളായ 28% ടാക്സ് കൊടുത്തിരുന്നത് അത് ഇനി മുതൽ 18%-ലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ക്ഷേമകരമായ ഒരു സിസ്റ്റമാണ് വരാൻ പോകുന്നത്. ജനങ്ങൾക്ക് സാധനങ്ങൾ വില കുറയുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ വരുമാനമുണ്ടാകുകയും ജനങ്ങൾക്ക് കൂടുതൽ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുകയും ചെയ്യുന്നു.
1.4 ലക്ഷം കോടി രൂപയാണ് ജനങ്ങളുടെ കയ്യിൽ എത്താൻ പോകുന്നത്. ഈ നികുതി കുറയ്ക്കുന്നതിൻ്റെ അനന്തരഫലമായി ജനങ്ങൾക്ക് ഇത്രയും തുക ഇന്ത്യയിൽ ഓരോ ജനങ്ങളുടെയും എല്ലാ ഭാഗത്തും വ്യാപിച്ചെടുക്കുന്ന ജനങ്ങൾക്ക് അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിക്കുകയും അത് കൂടുതൽ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുകയും കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഫാക്ടറികൾക്ക് അവരുടെ ഉൽപാദനം കൂട്ടാൻ പ്രേരകമായ ഒരു നടപടിയാണിത്. അവരുടെ ഫാക്ടറികൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ വില കുറവിന് ലഭിക്കുകയും അങ്ങനെ അവർ കൂടുതൽ ഉൽപാദനം നടത്തുകയും കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഈ പ്രക്രിയ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 2025 ആഗസ്റ്റ് 15 നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നടത്തിയ ഈ പ്രസംഗത്തിൻ്റെ ഫലമായിട്ട് 2025 ആഗസ്റ്റ് 18 സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അത് പല നിക്ഷേപകർക്കും നല്ല ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ജനങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിനും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയിൽ ഒന്നാമതായി നിൽക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ഇനിയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖവും സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.